നമസ്കാരം. അക്കാഡമിയുടെ +2 ഗണിത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഫസ്റ്റ് ഇയർ എക്സാം നന്നായി എഴുതി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളിനി സെക്കൻഡ് ഇയറിൻ്റെ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. ഫസ്റ്റ് ഇയർ നമ്മൾ ഒരു ടെക്സ്റ്റാണ് പഠിച്ചതെങ്കിൽ സെക്കൻഡ് ഇയർ നമ്മൾ 2 ടെക്സ്റ്റുകൾ ആണ് പഠിക്കുന്നത്. മൊത്തം 13 യൂണിറ്റുകളാണ് നമുക്ക് രണ്ടാം വർഷം പഠിക്കാനുള്ളത്. അതിൽ 6 യൂണിറ്റുകൾ നമ്മുടെ ഫസ്റ്റ് ഓഡിയത്തിലും ബാലൻസ് 7 യൂണിറ്റുകൾ സെക്കൻഡ് ഓഡിയത്തിലുമാണ്. ഈ 6 യൂണിറ്റുകൾ നമ്മൾ ഓഗസ്റ്റ് ആകുമ്പോൾ തീരേണ്ടതാണ്. ഇപ്പോൾ സാങ്കേതിക തടസ്സങ്ങൾ കാരണം നമുക്ക് റെഗുലറായിട്ട് ക്ലാസ് നടത്തില്ല. അതുകൊണ്ട് ഈ ICTയുടെ സഹായത്തോടെ ആ യൂണിറ്റുകൾ കവർ ചെയ്യാനുള്ള ശ്രമത്തിലാണ്. എല്ലാവരും വളരെ ശ്രദ്ധയോടെ വളരെ സന്തോഷത്തോടെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയ കുട്ടികളെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ച യൂണിറ്റിൻ്റെ കണ്ടിന്യൂഷൻ അല്ല, ഒരു പുതിയ യൂണിറ്റാണ്. നമ്മൾ സെക്കൻഡ് ഇയറിൽ ഏറ്റവും ഒരു പുതിയ യൂണിറ്റാണ് നമ്മൾ പഠിക്കുന്നത്. മെട്രിസസ് എന്ന് പറയുന്ന ഒരു യൂണിറ്റാണ്. അതൊരു സ്വതന്ത്ര യൂണിറ്റാണ്. കാരണം ആ ഫസ്റ്റ് ഇയറിൽ ഇതിൻ്റെ യാതൊരുവിധ ബേസിക് ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷേ വളരെ സിമ്പിളായിട്ടുള്ള ആവറേജ് കുട്ടികൾക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും വളരെ സിമ്പിളായിട്ടുള്ള ഒരു യൂണിറ്റാണ്. എൻട്രൻസിന് നമുക്ക് ഏറെ സഹായിക്കുന്ന ഒരു യൂണിറ്റാണിത്. അപ്പോൾ ആ ഒരു യൂണിറ്റിലേക്കാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒപ്പം ഈ യൂണിറ്റിന് ശേഷം രണ്ടാമത് യൂണിറ്റിൻ്റെ കണ്ടിന്യൂറ്റി ഉണ്ട്, ഡിറ്റർമിൻ്റ് എന്നൊരു യൂണിറ്റ് കൂടിയുണ്ട്. അപ്പോൾ 2 യൂണിറ്റുകളാണ് ഈ ചാപ്റ്ററിൻ്റെ ബേസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ എന്തായിരുന്നാലും ഒന്നാമത്തെ യൂണിറ്റായ മെട്രിസസിലേക്ക് നമ്മൾ കടക്കുകയാണ്. മെട്രിസസ് മെട്രിസസ് എന്ന് പറയുമ്പോൾ അതൊരു ബഹുവചനമാണ്, പ്ലൂറൽ ഫോമാണ്. അപ്പോൾ അതിന് സിംഗുലർ ഫോമിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. മെട്രിക്സ് എന്താണ്? മെട്രിക്സ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മൾ സ്കൂൾ തുറക്കുമ്പോൾ സാധാരണ നമ്മൾ ടെക്സ്റ്റ് ബുക്കുകളും നോട്ട് ബുക്കുകളും ഒപ്പം ഡ്രസ്സുകളൊക്കെ വാങ്ങും. ഒരു ഫാമിലിയിൽ 3 കുട്ടികളുണ്ട് എന്നിരിക്കട്ടെ. ആ കുട്ടികൾ ശ്യാം, രമ, ശ്രുതി, ഇങ്ങനെ 3 കുട്ടികൾ. അവർക്ക് ഈ ശ്യാമിന് 15 നോട്ട്ബുക്സും 10 ടെക്സ്റ്റ് ബുക്ക്, 3 ജോഡി ഡ്രസ്സും 3 പെയർ ഡ്രസ്സും വാങ്ങി അല്ലെങ്കിൽ ഉണ്ട്. രമയ്ക്ക് 14 നോട്ട്ബുക്സും 10 ടെക്സ്റ്റ് ബുക്സും 2 ജോഡി ഡ്രസ്സും. ശ്രുതിക്ക് 10 നോട്ട്ബുക്സും 8 ടെക്സ്റ്റ് ബുക്സും 4 ജോഡി ഡ്രസ്സും ഉണ്ട്. അപ്പൊ ഇതിങ്ങനെ വലിച്ചു നീട്ടിയാ പറയുന്നത് ആ ഫാമിലി ശ്യാമിന് 15 നോട്ട്ബുക്ക്, 10 ടെക്സ്റ്റ് ബുക്ക്, 3 ജോഡി ഡ്രസ്സ്. രമയ്ക്ക് 14 നോട്ട്ബുക്സ്, 10 ടെക്സ്റ്റ് ബുക്സ്, 2 ജോഡി ഡ്രസ്സ്. ശ്രുതിക്ക് 10 നോട്ട്ബുക്സ്, 8 ടെക്സ്റ്റ് ബുക്സ്, 4 ജോഡി ഡ്രസ്സ്. ഇത് നമുക്ക് എങ്ങനെ പെട്ടെന്ന് അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് ഒന്ന് ടാബുലർ കോളത്തിൽ ഞാൻ ഇതിനെ ഒന്ന് ഡിസ്പ്ലേ ചെയ്യാൻ പോവാണ്. ടാബുലർ കോളത്തിൽ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഡിസ്പ്ലേ? ഓക്കെ, ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തതിനു ശേഷം ഈ ഡാറ്റയെ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഞാനൊരു ബ്രാക്കറ്റിനകത്ത് ഇതിനെ ഞാൻ എഴുതുന്നു. 15, 10, 3, 14, 10, 2, 10, 8, 4. ഓക്കെ, ഇങ്ങനെ ആക്ച്വലി ഇത് തന്നെയാണ് മെട്രിക്സ്. അപ്പോ ഡാറ്റയുടെ അല്ലെങ്കിൽ ഓബ്ജക്റ്റുകളുടെ ഡാറ്റാസിന്റെ അല്ലെങ്കിൽ നമ്പേഴ്സിന്റെ കളക്ഷന്റെ ആ അറേഞ്ച്മെന്റ് തന്നെയാണ് മെട്രിക്സ്. അപ്പൊ ഇത് നമുക്ക് 1ാം വരി എന്ന് പറയാം, ഇത് 2ാം വരി, ഇത് 3ാം വരി, ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ. അപ്പൊ ഇത് നമുക്ക് R1 എന്ന് കോൾ ചെയ്യാം. ഇത് R2, ഇത് R3. ഓക്കെ, ഇതിന്റെ നിരകളായിട്ട് നമുക്ക് പറയാം. അപ്പൊ ഇത് 1ാം നിര, അതിനെ നമുക്ക് കോളം C1, C2, C3. ഇത് ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ മെട്രിക്സിന്റെ ഡെഫിനിഷൻ തുടങ്ങുന്നത് തന്നെ എങ്ങനെയെന്ന് ചോദിച്ചാൽ അറേഞ്ച്മെന്റ് ഓഫ് ഡാറ്റ. കുറച്ചുകൂടി വ്യക്തമായി നമുക്ക് മെട്രിക്സിന്റെ ഡെഫിനിഷനിലേക്ക് കടക്കാം. അപ്പൊ എന്താണ് മെട്രിക്സിന്റെ ഡെഫിനിഷൻ എന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യാൻ പോകുന്നത്, സാധാരണയായിട്ട് മെട്രിക്സ് പറയുന്നത് റെക്ടാങ്കുലർ ഷേപ്പിലാണ്. അപ്പൊ ഞാൻ എംപ്റ്റി ആയിട്ടുള്ള ഒരു റെക്ടാങ്കുലർ ബോക്സ് എടുക്കുന്നു.
ശൂന്യമായിട്ടുള്ള ഒരു ബോക്സ്, ഒരു ചതുരപ്പെട്ടി. ഈ പെട്ടിയെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയപ്പോൾ എനിക്ക് എങ്ങനെ ഒരു ഷേപ്പ് കിട്ടി. ഞാൻ ഈ ഷേപ്പിനകത്ത് നമ്പേഴ്സിനെ ഞാൻ ഫിൽ ചെയ്തു. നമ്പേഴ്സിനെ ഫിൽ ചെയ്തപ്പോൾ വെറുതെ ഫിൽ ചെയ്തതല്ല, കറക്റ്റ് ഓർഡറിലാണ്. ഇങ്ങനെ വരികളായും നിരകളായും ഞാൻ ഇതിനെ വിളിക്കുന്ന പേരാണ് മെട്രിക്സ്. അപ്പൊ എന്താണ് മെട്രിക്സ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ചതുരാകൃതിയിൽ നമ്പേഴ്സ് എന്നുള്ളത് നമുക്ക് റിയൽ ആവാം ഓർ കോംപ്ലക്സ്. നമ്മുടെ NCERT ടെക്സ്റ്റ് റിയലിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ, റിയലും കോംപ്ലക്സും ആണ്. അപ്പൊ ചതുരാകൃതിയിൽ നമ്പറുകള് റിയൽ അല്ലെങ്കിൽ കോംപ്ലക്സ്. ഇത് നമ്പറുകൾ മാത്രമല്ല, ഫങ്ഷൻസും ആണ്. ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ട്രിഗണോമെട്രി പഠിച്ചു. സൈൻ ഫംഗ്ഷൻ, കോസ് ഫംഗ്ഷൻ, ടാൻ ഫംഗ്ഷൻ, സീക്ക് ഫംഗ്ഷൻ ഒക്കെ, ലോഗ് ഫംഗ്ഷൻ, ലോഗരിതമിക് ഫംഗ്ഷൻ, അതുപോലെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഒക്കെയാണ്. അപ്പോ നമ്പേഴ്സ് അല്ലെങ്കിൽ ഫംഗ്ഷൻസിനെ നമ്മൾ ചതുരാകൃതിയിൽ വരികളായും നിരകളായും രേഖപ്പെടുത്തുന്ന രീതിയെ വിളിക്കുന്ന പേരാണ് മെട്രിക്സ്. മെട്രിക്സിന്റെ ഡെഫിനിഷന്റെ ഐഡിയ കിട്ടിയല്ലോ. ഇതൊന്നും ആരും കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല, ഡെഫിനിഷൻ ഒന്നും ചോദിക്കില്ല. എങ്കിലും നമ്മൾ അറിയണം മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്. അപ്പോൾ അതൊരു റെക്ടാങ്കുലർ ഷേപ്പാണ്. ആ ഷേപ്പിനകത്ത് എന്താണ് വരുന്നത്? അതിനകത്ത് നമ്പേഴ്സ്. എങ്ങനെയുള്ള നമ്പേഴ്സ് ആവാം? റിയൽ അല്ലെങ്കിൽ കോംപ്ലക്സ്, അല്ലെങ്കിൽ ഫങ്ഷൻസ് ആവാം. എങ്ങനെ അറേഞ്ച് ചെയ്യുന്നു? റോസ് ആയിട്ടും കോളംസ് ആയിട്ടും. എന്നിട്ട് അതിനെ ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് കൊണ്ട് നമ്മൾ എൻക്ലോസ് ചെയ്തു. ആൻഡ് എൻക്ലോസ്ഡ് ഇൻ ഈ ബ്രാക്കറ്റ്. ഇതിനെ വിളിക്കുന്ന പേരാണ് മെട്രിക്സ്. അപ്പോൾ മെട്രിക്സിന്റെ ഡെഫിനിഷൻ നമുക്ക് പറയാം. The rectangular array means arrangement of numbers. എങ്ങനെയുള്ള നമ്പേഴ്സ്? റിയൽ ഓർ കോംപ്ലക്സ് or functions arranged into rows and columns and enclosed in this bracket. ഇതിൽ സ്ക്വയർ ബ്രാക്കറ്റ് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ സിമ്പിൾ ബ്രാക്കറ്റ്, ഈ രണ്ട് ബ്രാക്കറ്റ് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മുടെ NCERT ഈ ബ്രാക്കറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്നുകൂടി നമ്മുടെ ഡെഫിനിഷനിലേക്ക് പോവാണ്. The rectangular array means arrangement of numbers means real or complex, arranged into rows and columns is called a matrix. ഇനി ഈ മെട്രിക്സിന്റെ സിമ്പൽ എന്താണ് എന്ന് ചോദിച്ചാൽ, മെട്രിക്സിന്റെ സിമ്പൽ നമ്മളിപ്പോ പറഞ്ഞത് തന്നെയാണ്. സിമ്പൽ ഈ ബ്രാക്കറ്റ്, സ്ക്വയർ ബ്രാക്കറ്റ് ഓർ സിമ്പിൾ ബ്രാക്കറ്റ്. ഇനി മെട്രിക്സിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം, എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്ന് ചോദിച്ചാൽ, ക്യാപിറ്റൽ ലെറ്റേഴ്സ്, ഇംഗ്ലീഷിലെ അക്ഷരമാലയിലെ ക്യാപിറ്റൽ ലെറ്ററുകൾ കൊണ്ട് ഇതിനെ നമുക്ക് ഡിനോട്ട് ചെയ്യാം. അപ്പൊ റെപ്രസെന്റ് capital letters A, B, C, X, Y, etc. അപ്പോൾ ഡെഫിനിഷൻ പറഞ്ഞു, സിംബലായി റെപ്രസെന്റേഷൻ. അപ്പൊ എനിക്ക് ഒരു എക്സാമ്പിളിലേക്ക് കടക്കാം. ഒരു മെട്രിക്സിന്റെ എക്സാമ്പിൾ A is equal to മെട്രിക്സിന്റെ ആ ബ്രാക്കറ്റ്, സ്ക്വയർ ബ്രാക്കറ്റ്. വളരെ പോയിന്റ് ഔട്ട് ചെയ്യേണ്ട കാര്യമാണ്. ആ ബ്രാക്കറ്റിന് ഇങ്ങനെ ഒരു ചുരുക്ക് കൊടുക്കാൻ മറന്നു പോകരുത്. ഇങ്ങനെ ആയിപ്പോയാൽ അത് മെട്രിക്സിന്റെ സിമ്പൽ അല്ല, വേറെ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ആ ചുരുക്ക് കൊടുക്കണം. 2, 3, 4, 5, 6, 0. ഓക്കെ, ഈ ഇത് കണ്ടോ, 2, 3, 4, 5, 6, 0 ഇതെല്ലാം ഇതിന്റെ എൻട്രികളാണ്, അല്ലെങ്കിൽ എലമെന്റ്സുകളാണ്, മെട്രിക്സിന്റെ എലമെന്റ്സുകളാണ്. അപ്പൊ നമുക്ക് വായിക്കാം. ആ മെട്രിക്സ് A സമം അല്ലെങ്കിൽ S സമം മെട്രിക്സ് 2, 3, 4, 5, 6, 0. ഈ 2, 3, 4 എന്ന് പറയുന്നത് ഫസ്റ്റ് റോ, 5, 6, 0 എന്ന് പറയുന്നത് സെക്കൻഡ് റോ. ഇനി കോളത്തെ കുറിച്ച് പറയാം. 2, 5 കണ്ടോ, ഫസ്റ്റ് കോളം. 3, 6 സെക്കൻഡ് കോളം. 4, 0 തേർഡ് കോളം. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി നമ്മൾ
ഒരു മെട്രിക്സിന്റെ വലിപ്പത്തെ കുറിച്ച്, അതിന്റെ സൈസിനെ കുറിച്ച്, ഓർഡറിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എല്ലാം ഒരു കാര്യം തന്നെയാണ്. ഓർഡർ, സൈസ്, അത് തന്നെയാണ് വലിപ്പം. ഒരു മെട്രിക്സിന്റെ ഓർഡറിനെ കുറിച്ച് പറയുന്നു. ഓർഡർ ഓഫ് എ മെട്രിക്സ്. ഓർഡർ ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സിന്റെ ഓർഡർ. ഒരു മെട്രിക്സിന്റെ ഓർഡർ നമുക്ക് എങ്ങനെ പറയാം, അല്ലെങ്കിൽ സൈസ് എങ്ങനെ പറയാം? ഓർഡർ ഓർ സൈസ് ഓഫ് എ മെട്രിക്സ്. ഒരു എക്സാമ്പിൾ പറയുന്നു. A is equal to matrix 2 3 0 5 4 8. ഇതിൽ എത്ര റോസ് ഉണ്ടെന്ന് ചോദിച്ചാൽ 1 2 റോസ്. അപ്പൊ നമ്പർ ഓഫ് റോസ് 2. എത്ര കോളംസ് ഉണ്ടെന്ന് ചോദിച്ചാൽ 1 2 3 3 കോളംസ്. അപ്പൊ ഇതിന്റെ ഓർഡർ നമുക്ക് പറയാം. ഓർഡർ ഓഫ് എ. Order of A. Order of A is equal to number of rows 2, number of columns 3. ഇതിനിടയിൽ ഇങ്ങനെ ഒരു സിമ്പൽ കൊടുക്കുന്നു. ഇൻറ്റു ആണ്, പക്ഷേ നമ്മൾ ഇൻറ്റു എന്നല്ല പറയേണ്ടത്, ബൈ. അപ്പോൾ ഇതിന്റെ ഓർഡർ 2/3. ഇപ്പൊ നമ്മൾ റീഡ് ചെയ്യേണ്ടത് ബൈ 2/3. ഈ മെട്രിക്സിന്റെ സൈസ് അല്ലെങ്കിൽ ഓർഡർ എന്ന് പറയുന്നത് 2/3. 2/3 മീൻസ് number of rows 2, number of columns. അങ്ങനെയാണെങ്കിൽ ഒരു മെട്രിക്സിന് ജനറൽ ആയിട്ട് ഒരു മെട്രിക്സിന് m റോസും n കോളംസും ഉണ്ട് എന്നിരിക്കട്ടെ. എ മെട്രിക്സ് വിത്ത് m rows and n columns. Then order of A. Order of A. Order of A. m/n. Read as m/n. Okay. m/n. Order. അപ്പോൾ ഒരു മെട്രിക്സിന് m റോസും n കോളംസും ഉണ്ടെങ്കിൽ ആ മെട്രിക്സിന്റെ വലിപ്പം, സൈസ് എന്ന് പറയുന്നത് m/n ആയിരിക്കും. അപ്പോൾ നമ്മൾ റീഡ് ചെയ്യുന്നത് m/n. റീഡ് ആസ് m/n. അങ്ങനെയാണെങ്കിൽ എക്സാമ്പിൾ വീണ്ടും കുറിക്കുന്നു. A is equal to matrix 2 3 4 0. ഇതിന്റെ ഓർഡർ വലിപ്പം നമുക്ക് ഈ സഫിക്സ് ഇവിടെയോ കുറിക്കാം. ഇവിടെ കുറിക്കാം 2 റോസും 2 കോളംസും 2/2. 2 റോസും 2 കോളംസ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഒരു മെട്രിക്സിന്റെ ഡെഫിനിഷനെ കുറിച്ച് പറഞ്ഞു. എന്താണ് മെട്രിക്സിന്റെ ഡെഫിനിഷൻ? ചതുരാകൃതിയിലെ റെക്ടാങ്കുലർ ഷേപ്പിലാണ്. റെക്ടാങ്കുലർ ഷേപ്പിലെ ഓബ്ജക്റ്റുകളെ, ഡാറ്റ നമ്പേഴ്സ് ആവാം. നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ റിയൽ അല്ലെങ്കിൽ കോംപ്ലക്സ് ആവാം. ഓർ ഫങ്ഷൻസ് റോസ് ആയിട്ടും കോളംസ് ആയിട്ടും ക്രമീകരിക്കുന്നതിനെ, അറേഞ്ച് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് മെട്രിക്സ്. മെട്രിക്സിന്റെ സിമ്പിൾ സ്ക്വയർ ബ്രാക്കറ്റ് അല്ലെങ്കിൽ സിമ്പിൾ ബ്രാക്കറ്റ്. സ്ക്വയർ ബ്രാക്കറ്റ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. മെട്രിക്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ABC etc. XY. ഓക്കെ. then നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് മെട്രിക്സിന്റെ സൈസിനെ കുറിച്ചാണ്. ഒരു മെട്രിക്സിന്റെ സൈസ് നമുക്ക് എങ്ങനെ പറയാമെന്ന് ചോദിച്ചാൽ നമ്മൾ ജനറലൈസ് ചെയ്ത് നമ്മൾ പറഞ്ഞു m റോസും n കോളംസും ഉണ്ടെങ്കിൽ ആ മെട്രിക്സിന്റെ ഓർഡർ m/n. നമുക്ക് പറയാം ഓർഡർ ഓഫ് എ മെട്രിക്സ്. Order of a matrix. Number of rows by number of columns. Point ചെയ്തു. അപ്പോൾ മെട്രിക്സിന്റെ ഡെഫിനിഷൻ പോയിന്റ് ചെയ്തു, സിമ്പിൾ പോയിന്റ് ചെയ്തു, റെപ്രസെന്റ് ചെയ്ത ഫോം പോയിന്റ് ചെയ്തു. അപ്പോൾ അതിന്റെ ഓർഡർ പോയിന്റ് ചെയ്തു. ഇത്ര ഓക്കെ ആയല്ലോ? ശരി. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മെട്രിക്സ് 2 3 0 5 7 8 മെട്രിക്സ്.
ഈ മെട്രിക്സിൽ എത്ര എലമെന്റ്സുകൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം 1 2 3 4 5 6. നമ്പർ ഓഫ് എലമെന്റ്സ് 6. ഈ മെട്രിക്സിന്റെ സൈസ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം 2 റോസും 3 കോളംസും 2/3. അങ്ങനെയാണെങ്കിൽ ഈ നമ്പർ ഓഫ് എലമെന്റ്സ് കണ്ടുപിടിക്കാൻ ഇങ്ങനെ എണ്ണി നോക്കണമെന്നില്ല. ഓർഡർ കൈവശം ഉണ്ടെങ്കിൽ ഈ ബൈ അതിനെ പിന്നെ ഇൻറ്റു ആയിട്ട് കിട്ടാൻ മതി. 2 × 3 6. അപ്പൊ 2/3 ഓർഡറുള്ള ഒരു മെട്രിക്സിൽ 6 എലമെന്റ്സുകൾ ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ m/n ഓർഡറിലുള്ള ഒരു മെട്രിക്സിൽ mn എലമെന്റ്സ് ഉണ്ടായിരിക്കും. And m/n matrix has mn elements. തിരിച്ചു പറയാം, mn എലമെന്റ്സ് ആണെങ്കിൽ അതിന്റെ ഓർഡർ എങ്ങനെ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയുള്ള മെട്രിക്സുകൾ എഴുതാമെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാം m/n ഉം എഴുതാം n/m ഉം എഴുതാം. കാരണം നമ്മൾ എലമെന്റ്സിന്റെ എണ്ണം എഴുതുമ്പോൾ അതിന്റെ പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഇത് m × n mn, n × m nm മീൻസ് mn. അപ്പൊ mn എലമെന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ വലിപ്പത്തിലുള്ള മെട്രിക്സ് എഴുതാം? m/n ഓർഡറുള്ള മെട്രിക്സ് എഴുതാം, n/m ഓർഡറുള്ള മെട്രിക്സ് എഴുതാം. അപ്പൊ രണ്ടും ഈക്വൽ അല്ല, രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള മെട്രിക്സുകളാണ്. കാരണം ഇവിടെ m റോസും n കോളംസും, ഇവിടെ n റോസും m കോളംസും. അങ്ങനെയാണെങ്കിൽ 6 എന്ന് പറയുന്ന നമ്പർ ഓഫ് എലമെന്റ്സ് 6 ആണെങ്കിൽ 6 6 എലമെന്റ്സുകൾ വരുന്ന എത്ര രീതിയിലുള്ള മെട്രിക്സ് എഴുതാമെന്ന് ചോദിച്ചാൽ നമ്മൾ 6 എന്നുള്ള ഉത്തരം കിട്ടണം. കാര്യം ഗുണിക്കുമ്പോൾ 6 എന്നുള്ള ഉത്തരം കിട്ടണം. അപ്പൊ ആദ്യം 6ന്റെ ഫാക്ടേഴ്സിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കാം. 6ന്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? 1, കാര്യം ഏതൊരു നമ്പറിന്റെയും ഫാക്ടറാണ് 1. ആ 1 കൊണ്ട് 6നെ ഡിവൈഡ് ചെയ്യാം. ഇനി 2 കൊണ്ട് 6നെ ഡിവൈഡ് ചെയ്യാം. 3, ഇനി 4 പറ്റത്തില്ല, 5 പറ്റത്തില്ല, 6. അപ്പോ 6ന്റെ ഫാക്ടേഴ്സ് 1 2 3 4. ഇനി 6 എന്നുള്ള ഉത്തരം കിട്ടുന്നത് ഏതൊക്കെ എടുക്കുമ്പോഴാണ്? 1 6, 6 1, 2 3, 1 2. അപ്പോൾ പോസിബിൾ ഓർഡേഴ്സ് 1/6, 6/1, 2/3, 3/2. അപ്പൊ നമ്പർ ഓഫ് എലമെന്റ്സ് 6 ആണെങ്കിൽ ഇങ്ങനെ 4 തരത്തിലുള്ള മെട്രിക്സുകൾ ഫോം ചെയ്യാം. അല്ലെങ്കിൽ ഈ 4 തരത്തിലുള്ള ഈ മെട്രിക്സുകളുടെ എലമെന്റ്സിന്റെ എണ്ണം 6 ആണ്. 1/6 വന്നാലും 6/1 വന്നാലും 2/3 വന്നാലും 3/2 വന്നാലും ആ മെട്രിക്സുകളുടെ എല്ലാ എലമെന്റ്സിന്റെ എണ്ണം 6 ആണ്. അപ്പോൾ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ഇവിടെ പറയുന്നു. If a matrix has 8 elements, what are the possible orders it can have? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് എലമെന്റ്സ് 8 ആണ്. നമ്പർ ഓഫ് എലമെന്റ്സ് 8 ആണെങ്കിൽ പോസിബിൾ ഓർഡേഴ്സ് എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് എലമെന്റ്സ്, ഇത് എലമെന്റ്സ് എന്നുള്ളതാണ്. നമ്പർ ഓഫ് എലമെന്റ്സ് 8. അപ്പോൾ അതിന്റെ പോസിബിൾ ഓർഡേർഡ് പേരുകൾ ആദ്യം എഴുതാം. ഓർഡേർഡ് പേഴ്സ് 8 എന്നുള്ളത് അതിന്റെ ഓർഡേർഡ് പേര് ആരൊക്കെയെന്ന് ചോദിച്ചാൽ 8ന്റെ ഫാക്ടേഴ്സ് നമുക്കറിയാം 1 2 4 8. അപ്പൊ 8 എന്നുള്ള കിട്ടുന്ന ഉത്തരം കിട്ടുന്ന ഓർഡേർഡ് പേര് 1 8, 8 1, 2 4, 4 2. കറക്റ്റ്. അപ്പോ പോസിബിൾ ഓർഡേഴ്സ് 1/8, 8/1, 2/4, 4/2. അത് സ്കോറിന്റെ എക്സാം ചെയ്യാം. അങ്ങനെ നമ്പർ ഓഫ് എലമെന്റ്സ് 5 ആണെന്ന് ഇരിക്കട്ടെ. നമ്പർ ഓഫ് എലമെന്റ്സ് 5 ആണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്പർ ഓഫ് എലമെന്റ്സ് 5 ആണെങ്കിൽ 5ന്റെ ഫാക്ടേഴ്സ് 1 5. അപ്പോൾ എങ്ങനെ വരും? 1 5 5 ആണ്. പോസിബിൾ ഓർഡേഴ്സ് 1/5, 5/1. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്താണ്. നമ്പർ ഓഫ് എലമെന്റ്സ് 9, 10, 12, 17.
ഓക്കെ, ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഒരു 2 സെക്കൻഡ് പെട്ടെന്ന് ഈ പറഞ്ഞ കാര്യം ഒന്നുകൂടി റെക്കോർഡ് ചെയ്ത് നോക്കിയാണ്. മെട്രിക്സ് പെട്ടെന്ന് നമ്മുടെ മനസ്സിലൂടെ എത്തണം. മെട്രിക്സ് സിമ്പല്, മെട്രിക്സിൻ്റെ ആ ഒരു ഡെഫിനിഷൻ എങ്ങനെയാണ്, ഏത് രീതിയിലാണ്, എങ്ങനെയാണ് നമ്മൾ മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യുന്നത്, മെട്രിക്സിൻ്റെ വലിപ്പം എങ്ങനെ കണക്കാക്കും, അങ്ങനെയാണെങ്കിൽ എം റോസ് എം കോളംസും ഉണ്ടെങ്കിൽ ആ മെട്രിക്സിൻ്റെ വലിപ്പം എന്തായിരിക്കും, എം ബൈ മോഡൽ മെട്രിക്സിൻ്റെ എലമെൻസിൻ്റെ എണ്ണം എന്തായിരിക്കും. ഓക്കെ, കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തല്ലോ. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ പറയാൻ പോകുന്നത് എം ബൈ എൻ ഓർഡറിലുള്ള ഒരു മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ജനറൽ ഫോമിലുള്ള ഒരു മെട്രിക്സ് ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ജനറൽ ഫോം ഓഫ് എ മെട്രിക്സ്, ജനറൽ ഫോം ഓഫ് എ മെട്രിക്സ്, general form of a matrix and m by n matrix. അപ്പോ ജനറൽ ഫോമിൽ ഒരു മെട്രിക്സ് ഞാൻ ഇപ്പോൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ചെയ്തതിന് ഒരു കാര്യം ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞോട്ടെ. A is equal to matrix 2 3 0 5 7 8. കണ്ടല്ലോ, ഈ 2 എന്ന് പറയുന്നത് ഫസ്റ്റ് റോയുടെ ഫസ്റ്റ് എലമെന്റ് ആണ്, ഒപ്പം ഫസ്റ്റ് കോളത്തിലെ ഫസ്റ്റ് എലമെന്റ് ആണ്. ഈ 3 എന്ന് പറയുന്നത് ഫസ്റ്റ് റോയുടെ സെക്കൻഡ് എലമെന്റ് ആണ്, അതുപോലെ തന്നെ സെക്കൻഡ് കോളത്തിന്റെ ഫസ്റ്റ് എലമെന്റ് ആണ്. 0 എന്ന് പറയുന്നത് ഫസ്റ്റ് റോയുടെ തേർഡ് എലമെന്റ് ആണ്, ഒപ്പം തേർഡ് കോളത്തിന്റെ ഫസ്റ്റ് എലമെന്റ് ആണ്. 5 എന്ന് പറയുന്നത് സെക്കൻഡ് റോയുടെ ഫസ്റ്റ് എലമെന്റ് ആണ്, ഒപ്പം ഫസ്റ്റ് കോളത്തിന്റെ സെക്കൻഡ് എലമെന്റ്. 7 എന്ന് പറയുന്നത് സെക്കൻഡ് റോയുടെ സെക്കൻഡ് എലമെന്റ്, ഒപ്പം സെക്കൻഡ് കോളത്തിന്റെ സെക്കൻഡ് എലമെന്റ്. 8 സെക്കൻഡ് റോയുടെ തേർഡ് എലമെന്റ്, ഒപ്പം തേർഡ് കോളത്തിലെ സെക്കൻഡ് എലമെന്റ്. ഈ എലമെന്റ് നമുക്ക് ഡിനോട്ട് ചെയ്യാം A11, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. A11 means A11 lies in first row and first column. A12 first row യുടെ second element. A12 that means 3 lies in first row, okay, and second column. A13, A21, A22, A23. Clear? ഒന്നുകൂടി പറയാം. 2 3 0 5 7 8 എന്നാണ്. 2 എന്ന് പറയുന്നത് ഫസ്റ്റ് റോയുടെ ഫസ്റ്റ് എലമെന്റ്, അല്ലെങ്കിൽ ഫസ്റ്റ് കോളത്തിലെ ഫസ്റ്റ് എലമെന്റ്, അല്ലെങ്കിൽ 2 എന്ന് പറയുന്നത് ഫസ്റ്റ് റോയുടെയും ഫസ്റ്റ് കോളത്തിലെയും ഫസ്റ്റ് എലമെന്റ്. 3 എന്ന് പറയുന്നത് ഫസ്റ്റ് റോയുടെ സെക്കൻഡ് എലമെന്റ്, അല്ലെങ്കിൽ സെക്കൻഡ് കോളത്തിലെ ഫസ്റ്റ് എലമെന്റ്. 0 എന്ന് പറയുന്നത് ഫസ്റ്റ് റോയുടെ തേർഡ് എലമെന്റ്, ഫസ്റ്റ് റോയുടെ തേർഡ് എലമെന്റ്, അല്ലെങ്കിൽ തേർഡ് കോളത്തിന്റെ ഫസ്റ്റ് എലമെന്റ്. ഓക്കെ, ശരി. ഇതേമാതിരി നമുക്ക് എഴുതാം. m by n മെട്രിക്സ് എഴുതാൻ പോവാണ്. m by n മെട്രിക്സ് capital A is equal to matrix A11 A12 m by n ആണ്. അപ്പോൾ m റോസ് വരണം, n കോളംസ് വരണം. ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം, എക്സെട്രാ എൻഡ് കോളം. ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം. ഈ ആദ്യത്തെ വൺ എന്ന് പറഞ്ഞാൽ റോയിനെയാണ് ഉദ്ദേശിക്കുന്നത്, ഫസ്റ്റ് കോളം, ലാസ്റ്റ് എൻഡ് കോളം. ഇതിനിടയിൽ ഒരു കോളം കൂടി ഞാൻ എഴുതുന്നു, A1J എന്ന് പറഞ്ഞാൽ ജേത്ത് കോളം. ഫസ്റ്റ് റോയുടെ ജേത്ത് എലമെന്റ്, അല്ലെങ്കിൽ ജേത്ത് കോളത്തിലെ ഫസ്റ്റ് എലമെന്റ്. ജേത്ത് കോളം എന്ന് പറയുന്ന ആ നിരയിലെ ഫസ്റ്റ് എലമെന്റ്. ഇനി സെക്കൻഡ് റോ എഴുതാം. A21, A22, A23, etc. A2J, etc. A2N. Third row A31, A32, A33, etc. A3J, last A3N. ഇനി അടുത്തത് ഫോർത്ത് റോ, ഫിഫ്ത്ത് റോ. ചേർത്ത് കോളം പറഞ്ഞ പോലെ ഒരു റോയും കൂടി ഇറക്കി വരുന്നു. ith റോ AI1, AI2,
AI3 etc. AIJ etc. AIA etc. അടുത്ത ഏത് റോ എന്ന് വെച്ചാൽ ഫസ്റ്റ് റോ ആണെങ്കിൽ ഒന്ന് കൂടി സെക്കൻഡ് റോ, വീണ്ടും ഒന്ന് കൂടി തേർഡ് റോ, ith റോ ആണെങ്കിൽ ഒന്ന് കൂടി i+1 റോ, അങ്ങനെ പോയി ലാസ്റ്റ് mth റോ am1 am2 am3 etc. amj ലാസ്റ്റ് amn. ഇതിന്റെ വലിപ്പം സൈസ് എത്രയെന്ന് വെച്ചാൽ m/n, m റോസും n കോളംസും. ഇതിൽ മൊത്തം എത്ര എലമെന്റ്സുകൾ ഉണ്ടെന്ന് വെച്ചാൽ എണ്ണി നോക്കാൻ ബുദ്ധിമുട്ടാണ്, നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. നമുക്ക് m/n ആണ്, അപ്പോൾ നമുക്ക് mn എലമെന്റ്സിന് എണ്ണം ഒന്ന് നോക്കിയുള്ളല്ലോ. ഓക്കെ, എല്ലാവരും കണ്ടല്ലോ. ഒന്നുകൂടി നോക്കുക. ഇത് ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ, ഫോർത്ത് റോ, അങ്ങനെ പോയി ith റോ, ലാസ്റ്റ് mth റോ. ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം, അങ്ങനെ പോയി jth കോളം, ലാസ്റ്റ് nth കോളം. ഇതിന്റെ വലിപ്പം m/n, എലമെന്റ്സിന്റെ എണ്ണം mn. ഓക്കെ, ഒരു കാര്യം കൂടി നമുക്ക് നോക്കുകയാണ്. AIJ വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പോയിന്റ് ചെയ്തോളൂ. AIJ മീൻസ് ജനറൽ എലമെന്റ്. AIJ ജനറൽ എലമെന്റ്. AIJ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ പറയാം. AIJ lies in ith row and jth column. അല്ലെങ്കിൽ നമുക്ക് പറയാം ith element in jth column, ith element in jth column, or തിരിച്ചു പറയാം jth element in ith row. AIJ മീൻസ് എന്താണ്? AIJ lies in ith row and jth column. AIJ ith റോയിലെയും jth കോളത്തിലെയും എലമെന്റ് ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ith element in jth കോളം, അല്ലെങ്കിൽ പറയാം jth element in ith row. ഫോർ എക്സാമ്പിൾ A23 lies in second row and third column, second row and third column, or second element in third column, second element in third column, second element in third column, first column, second column, third column till second, or third element in second row, third element in second row. A23 is third element in second row. This is first row, this is second row. Second row is third element. Okay.